നിങ്ങളുടെ മറ്റേണിറ്റി ലീവ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾ ജോലിക്ക് പോയി തുടങ്ങുന്ന അല്ലെങ്കിൽ തുടങ്ങാൻ പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാ പാരൻസിൻ്റെയും എല്ലാ അമ്മമാരുടെയും ഒരു ആശങ്കയാണ് ജോലിക്ക് പോയി തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ കുഞ്ഞിൻ്റെ ഫീഡിങ് നമ്മൾ മാനേജ് ചെയ്യും എന്നുള്ളത്. ഈ വീഡിയോയിൽ അതിനുള്ള ഉത്തരം കണ്ടെത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ മറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് ജോലിക്ക് പോകുന്നത് നിങ്ങളുടെ കുട്ടിയുടെ ഫീഡിങ്ങിനൊരു തടസ്സമാണോ? അല്ല എന്നുള്ളതാണ് ഉത്തരം. കാരണം ഞാൻ ഒരു 8 മണി തൊട്ട് 4 മണി വരെ ഉള്ള സാധാരണ ഒരു ഓഫീസ് വർക്ക് ഉദാഹരണമാക്കി പറയാം. ഒരു ഓഫീസ് വർക്കിൽ 8 തൊട്ട് 4 അല്ലെങ്കിൽ 5 മണി വരെ നിങ്ങൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയിൽ നിന്നും വിട്ടു നിൽക്കുന്നത് ഏകദേശം 8 തൊട്ട് 10 മണിക്കൂറാണ്, യാത്ര അടക്കം. നിങ്ങൾ സാധാരണ എപ്പോഴാണ് ജോലിക്ക് പോയി തുടങ്ങുക? ഒരു നോർമൽ സിനാരിയോയിൽ ഏറ്റവും ചുരുങ്ങിയത് കുഞ്ഞിന് 3 മാസം ആയതിനു ശേഷമാണല്ലോ നിങ്ങൾ ജോലിക്ക് പോയി തുടങ്ങുക. അപ്പോൾ 3 മാസം അല്ലെങ്കിൽ 3 മാസത്തിന് മുകളിലുള്ള ഒരു കുട്ടിക്ക് എത്ര നേരം ഫീഡ് വേണം? ഏറ്റവും ചുരുങ്ങിയത് 3 മണിക്കൂർ ഗ്യാപ്പിൽ, അല്ലെങ്കിൽ അതിന് കൂടുതലോ ആയാലും കുഴപ്പമില്ല. അപ്പം നമുക്കൊരു 3 മണിക്കൂർ എടുക്കാം. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് 3 മാസത്തിന് ശേഷം 3 മണിക്കൂർ ഇടവിട്ട് മാത്രം ഫീഡ് നൽകിയാൽ മതി. അപ്പോൾ 3 മണിക്കൂർ ഇടവിട്ട് ഫീഡ് നൽകുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു 10 മണിക്കൂറൊക്കെയാണ് മാക്സിമം നിങ്ങളെ കുട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. അപ്പോൾ ആ 10 മണിക്കൂറിനും ഉള്ളിൽ ഒരു 3 ഫീഡിൻ്റെ കാര്യമേ ഉള്ളൂ. അപ്പോൾ അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല എന്നാണ് ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ പിരിഞ്ഞ് ജോലിക്ക് പോകുന്നത് അവരുടെ ഫീഡിനെ ഒരു തരത്തിലും ബാധിക്കുന്ന കാര്യമില്ല. കാരണം ആകെ ഒരു 3 ഫീഡിൻ്റെ കാര്യമേ വരുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം, ആ 3 ഫീഡ് എങ്ങനെ കൊടുക്കാം. അവിടെ മുലപ്പാലാണോ അതോ ഫോർമുലയാണോ, എന്താണ് ആ 3 ഫീഡ് നൽകേണ്ടത് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ നിങ്ങൾ ജോലിക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടിക്ക് ഫീഡ് നൽകാൻ നമുക്ക് 3 ഓപ്ഷൻസ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഈ കുട്ടിക്ക് 1 മാസമോ 2 മാസമോ പ്രായമുള്ള സമയത്ത് നിങ്ങളുടെ പാല് ഒരു ബ്രസ്റ്റ് മിൽക്ക് ബാഗിൽ ഫ്രീസ് ചെയ്ത് സ്റ്റോർ ചെയ്ത മിൽക്ക് ഈ സമയങ്ങളിൽ ഈ അവസരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. പക്ഷെ പ്രധാന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ പല അമ്മമാരും അതിനെക്കുറിച്ച് അവെയർ അല്ല. ഇനി ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾ നാളെ അല്ലെങ്കിൽ ഭാവിയിൽ മറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആ മെത്തേഡ് ഫോളോ ചെയ്യാം. അതായത് ഇന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബ്രസ്റ്റ് മിൽക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പമ്പ് ഉപയോഗിച്ച് എടുത്ത് വെച്ച് അത് ബ്രസ്റ്റ് മിൽക്ക് ബാഗുകൾ വാങ്ങിച്ച് അതിൽ ഡേറ്റ് എഴുതി ഫ്രീസറിൽ എടുത്തു വെക്കുക. ഇത് 6 മാസം വരെ ഈ പാല് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ ഒരു വർക്കിംഗ് മദർ ആണെന്നുണ്ടെങ്കിൽ പണ്ട് എടുത്തു വെച്ച ആ മിൽക്ക് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. അപ്പോൾ അഥവാ നിങ്ങൾ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഭാവിയിൽ നിങ്ങൾ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഉപയോഗിക്കാൻ ഇന്ന് വരുന്ന പാല് ഇതുപോലെ ഫ്രീസറിൽ എടുത്തു വെക്കാം. നിങ്ങൾക്ക് 6 മാസം വരെ ആ പാല് ഉപയോഗിക്കാം. അത് എങ്ങനെ എടുക്കാം, അത് എങ്ങനെ സ്റ്റോർ ചെയ്യാം എന്നുള്ളത് വളരെ വിശദമായി ഇൻസ്റ്റാഗ്രാമിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം ചാനലിൻ്റെ ID ഇതാണ്. അതിൽ ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറഞ്ഞ ഹൈലൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ 4-മത്തെയോ 5-മത്തെയോ വീഡിയോ ആയിട്ട് അത് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യാം. ഒരു പൂർണ്ണ അറിവ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കിട്ടും. ഇനി രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്, മുൻപ് പറഞ്ഞ പ്രകാരം നിങ്ങൾ മുൻകൂട്ടി ഫ്രീസറിൽ നിങ്ങളുടെ പാല് സ്റ്റോർ ചെയ്യാത്ത ഒരു മദർ ആണെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. അത് മറ്റൊന്നുമല്ല, കുഞ്ഞിന് അതാത് ദിവസത്തേക്ക് വേണ്ട പാല് നിങ്ങൾ ഡ്യൂട്ടിക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ച് എക്സ്പ്രസ് ചെയ്ത് അത് കുട്ടിക്ക് വേണ്ടി എടുത്തു വെക്കുക, അത് കുട്ടിക്ക് നൽകുക. അങ്ങനെ നിങ്ങൾ കറന്നെടുക്കുന്ന ഈ പാല് ഫ്രിഡ്ജിലാണ് എന്നുണ്ടെങ്കിൽ, പുറത്ത് റൂമിലാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ 6 മണിക്കൂറും നിങ്ങൾക്ക് എടുത്തു വെച്ച് ആ കുട്ടിക്ക് നൽകാം. ഫ്രിഡ്ജിലാണ് എന്നുണ്ടെങ്കിൽ 24 ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? നാളേക്ക് വേണ്ടിയുള്ള പാല് പോലും തലേദിവസം എടുത്തു വെക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ഇങ്ങനെ ഉള്ള ഈ രണ്ടാമത്തെ മെത്തേഡിലുള്ള പ്രധാന പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, മിക്ക പാരൻസിനും അല്ലെങ്കിൽ മിക്ക അമ്മമാരും കുട്ടികൾക്ക് ഏകദേശം 3 നേരം വരെയാണ് പാല് കൊടുക്കേണ്ടി വരിക. അങ്ങനെ 3 നേരം കൊടുക്കാനുള്ള പാലൊന്നും ഒരു ദിവസം രാവിലെ പോകുന്നതിന് മുമ്പ് എക്സ്പ്രസ് ചെയ്താൽ കിട്ടണമെന്ന് നിർബന്ധമില്ല. അവിടെയാണ് മൂന്നാമത്തെ ഓപ്ഷന്റെ പ്രാധാന്യം വരുന്നത്. അപ്പൊ ഏതാണ് മൂന്നാമത്തെ ഓപ്ഷൻ? മൂന്നാമത്തെ ഓപ്ഷൻ കുട്ടിക്ക് ഫോർമുല മിൽക്ക് നൽകുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഓപ്ഷൻ. അപ്പൊ അവിടെ നിങ്ങളെ കുട്ടിക്ക് ഫോർമുല മിൽക്ക് ആ കുഞ്ഞ് ആക്സെപ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ ഫോർമുല മിൽക്ക് നിങ്ങളുടെ പീഡിയാട്രീഷ്യന്റെ ഹെൽപ്പോട് കൂടി പ്രിസ്ക്രൈബ് ചെയ്ത് വാങ്ങിച്ച് തുടങ്ങുക. അപ്പം ഈ ഫോർമുല മിൽക്ക് എന്നുള്ള മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ്, അങ്ങനെയെങ്കിൽ അമ്മ ജോലിക്ക് പോകുന്ന സമയത്ത് നമുക്ക് കൗ മിൽക്ക്, പശുവിന്റെ പാല് കൊടുത്തൂടെ? ഫോർമുല മിൽക്ക് തന്നെ വേണമെന്നുണ്ടോ? 1 വയസ്സിന് താഴെയാണ് നിങ്ങളുടെ കുഞ്ഞിന്റെ പ്രായം എന്നുണ്ടെങ്കിൽ അമ്മയുടെ പാല് തികയാത്ത അവസരത്തിൽ പശുവും പാല് ഓപ്ഷനേ അല്ല, മറിച്ച് ഫോർമുല മിൽക്കാണ് നൽകേണ്ടത്. കാരണം 1 വയസ്സിന് താഴെ പ്രായമുള്ള ആ കുഞ്ഞിന്റെ ശരീരഘടനക്ക് അനുയോജ്യമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് പശുവും പാലല്ല, ഫോർമുല മിൽക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഫോർമുല മിൽക്കാണ് ബെസ്റ്റ് സെക്കൻഡ് ഓപ്ഷൻ അമ്മയുടെ പാല് കഴിഞ്ഞാൽ.
അതുപോലെ മറ്റൊരു സംശയമാണ്, അമ്മയുടെ പാലും ഫോർമുല മിൽക്കും കൂടെ മാറി മാറി ഇടവിട്ട് നൽകാൻ കഴിയുമോ? കഴിയും. ഇപ്പം മൂന്നാമത്തെ ഓപ്ഷൻ ഫോർമുല മിൽക്ക് ആണെന്ന് ഞാൻ പറഞ്ഞു എന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾ രാവിലെ പോകുന്ന സമയത്ത് കുറച്ചൊന്ന് എക്സ്പ്രസ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ പാല്. അങ്ങനെ കുറച്ച് പാല് കിട്ടിയെന്നുണ്ടെങ്കിൽ ഒരു നേരം ഫോർമുല, ഒന്നോ രണ്ടോ നേരം ഫോർമുല മിൽക്കും ബാക്കിയുള്ള സമയം ഈ കിട്ടിയ അമ്മയുടെ പാലും കൊടുക്കാലോ. അപ്പൊ ഈ മൂന്നാമത്തെ ഓപ്ഷനായ ഫോർമുല മിൽക്കുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംശയമാണ്, ഞാൻ 4-5 മാസം പ്രായമുള്ള കുഞ്ഞിന് 4-5 മാസം പ്രായമുള്ള സമയത്ത് ജോലിക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ആ സമയം കുട്ടിക്ക് ഫോർമുല നൽകേണ്ടി വന്നേക്കാം എന്ന് കരുതി ഇപ്പോഴേ കുട്ടിക്ക് ഫോർമുല കൊടുത്ത് ട്രൈ ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അവനെ ട്രെയിൻ ചെയ്യേണ്ടതുണ്ടോ? ആവശ്യമില്ല. നിങ്ങൾ എന്നാണോ ജോലിക്ക് പോണത് അന്ന് നിങ്ങളുടെ പാലില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഫോർമുല കൊടുത്താൽ മതി. അതല്ലാതെ ഫോർമുല കൊടുക്കേണ്ടി വരും എന്ന് വിചാരിച്ച് നിങ്ങൾ ജോലിക്ക് പോകുന്നതിന് മുമ്പേ ഫോർമുല നൽകി കുട്ടിയെ അത് ശീലിപ്പിക്കേണ്ട ആവശ്യമൊന്നും നിർബന്ധമില്ല. അതാണ് ഈ ഫോർമുലയുമായി ബന്ധപ്പെട്ട് പാരൻസിനുള്ള അടുത്ത സംശയം. അപ്പൊ മൂന്നാമത്തെ മെത്തേഡ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നാലാമത്തെ ഓപ്ഷനാണ്, നിങ്ങളുടെ കുട്ടിക്ക് 6 മാസമോ അതിൽ കൂടുതലോ ആണ് എന്നുണ്ടെങ്കിൽ അമ്മ ജോലിക്ക് പോകുന്ന സമയത്ത് കൊടുക്കേണ്ട അല്ലെങ്കിൽ കൊടുക്കാൻ കഴിയുന്ന നാലാമത്തെ ഓപ്ഷൻ ആണ് കട്ടിയാഹാരം കൊടുത്തു തുടങ്ങുക. കാരണം 6 മാസത്തിന് ശേഷം എന്തായാലും കട്ടിയാഹാരം കൊടുത്തു തുടങ്ങാം. അപ്പം അമ്മ ജോലിക്ക് പോകുന്ന സമയത്ത് 1-2 തവണ കട്ടിയാഹാരവും മറ്റൊരു തവണ അമ്മ രാവിലെ എടുത്തു വെച്ച എക്സ്പ്രസ് ചെയ്ത് വെച്ച പാലോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഫോർമുല മിൽക്കോ ഒരു സമയം കൊടുക്കാം. ബാക്കി 2 സമയം നമ്മുടെ കട്ടിയുള്ള ആഹാരം കൊടുക്കാം. അപ്പം 6 മാസത്തിന് ശേഷമാണ് നിങ്ങൾ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാറില്ല. കാരണം നമുക്ക് നല്ലൊരു ഓപ്ഷനായ കോംപ്ലിമെന്ററി ഫീഡിങ്, അതായത് കട്ടിയാഹാരം നമ്മുടെ കയ്യിലുണ്ട്. ഒരു നേരം ഫോർമുല മിൽക്കും അല്ലെങ്കിൽ അമ്മയുടെ പാലും കൂടെ കൊടുത്താൽ ബെസ്റ്റ്. അപ്പോൾ 3 നേരം വളരെ നൈസായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. ഇനി 5ാമത്തെ ഒരു കാര്യമാണ്, എൻ്റെ കുട്ടിക്ക് 6 മാസം ആയിട്ടില്ല, 4 മാസമോ അതിൽ കൂടുതലോ ആണ്. അപ്പൊ എനിക്കിങ്ങനെ ജോലിക്ക് പോകേണ്ട ആവശ്യമുള്ളത് കൊണ്ട് നേരത്തെ കൂട്ടി എനിക്ക് കട്ടിയാഹാരം തുടങ്ങാൻ പറ്റുമോ? കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് കുട്ടി കട്ടിയാഹാരം കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. അങ്ങനെ ഒരു ചോദ്യം അമ്മമാർ ചോദിക്കാറുണ്ട്. അതിനുള്ള ഉത്തരം എന്താണ്? നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്ത പാലുണ്ട് അല്ലെങ്കിൽ ഫോർമുല ഉണ്ട് എന്നുണ്ടെങ്കിൽ, കുട്ടി ഫോർമുല കഴിക്കുന്നുണ്ട്, ഈ 2 അവസരങ്ങളിൽ നിങ്ങൾ ഇതിനു വേണ്ടി മാത്രം നേരത്തെ കൂട്ടി കട്ടിയാഹാരം തുടങ്ങേണ്ടതില്ല. 6 മാസം കഴിഞ്ഞിട്ട് കട്ടിയാഹാരം തുടങ്ങിയാൽ മതി. ഇനി വേറൊരു വഴിയില്ല, ഫോർമുല കുട്ടി കഴിക്കുന്നില്ല, നിങ്ങൾക്കാണെങ്കിൽ പാലും ഇല്ല, അങ്ങനത്തെ അവസരത്തിൽ 4 മാസത്തിന് ശേഷം കട്ടിയാഹാരം തുടങ്ങുന്നതിൽ തെറ്റില്ല. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ടൈം 6 മന്ത് ആണ്, അത് മറക്കരുത്. അപ്പൊ ഈ പറയപ്പെട്ടതൊക്കെയാണ് കുട്ടിക്ക് ഫീഡിങ് കൊടുക്കാൻ, നിങ്ങൾ ജോലിക്ക് പോകുന്ന സമയത്ത് കുട്ടിക്ക് ഫീഡിങ് കൊടുക്കാനുള്ള ഓപ്ഷൻസ്. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.